FODN ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അച്ചാച്ചൻ പറയുന്നത് പോലെ ഒബ്സ്ക്യോർ യുഗം അടുത്തു വരുന്നെങ്കിലോ? എവിടെയായിരിക്കും അവരുടെ തുടക്കം? ആളുകളെ മുഖം മൂടി വയോള ലാബ്സിന്റെ ബസ്സിലേക്ക് കയറ്റുന്നത് ഞാൻ കലസ്പാലയിലെ ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഇനി വേണ്ടത് താമസിക്കാൻ ഒരു സ്ഥലമായിരുന്നു. കുറച്ച് തപ്പി മലയാളി പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഞാൻ കണ്ടെത്തി. അവിടെ ടോപ്പ് ഫ്ലോറിലായിരുന്നു എൻ്റെ മുറി. എൻ്റേത് ഒരു 2 BHK ആയിരുന്നു. CCTV പൊട്ടി തൂങ്ങിക്കിടക്കുന്നു. അവിടെ മറ്റേ മുറിയിൽ അസ്സ മലോണി എന്നൊരു കുട്ടിയും. ഞാൻ ആശ എന്ന് വിളിച്ചപ്പോൾ അവൾ എന്നെ തിരുത്തി. ആശ അല്ല, അസ്സ എന്ന്. അസ്സ ഒരു IT എഞ്ചിനീയറാണ്. നൗ സ്പെഷ്യലൈസിംഗ് ഇൻ അഡ്വാൻസ് ടെക്നോളജി. പിന്നെ മീര, അവൾ ഒരു സെയിൽസ് ഗേൾ ആണ്. പിന്നെ അനിക, അവൾ ഡെന്റിസ്റ്റാണ്. മീരയും അനികയും നേരെയുള്ള മറ്റൊരു റൂമിലാണ്. എന്നേക്കാൾ ഇളയതാണ് ഇവരെങ്കിലും എല്ലാവരും മറ്റേതോ ജനറേഷനിലെ ആണെന്ന് തോന്നിപ്പോവും. വലിയ ഉച്ചത്തിൽ ഇവർ പാട്ടുവെക്കും, റീൽസ് ചെയ്യും. മിക്ക ദിവസങ്ങളിലും 7 മണിയായാൽ ക്ലബിലേക്ക് ഇറങ്ങും. വേണ്ടാന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്നെയും കൊണ്ടുപോകും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് 7 മണിക്ക് ശേഷമേ തിരിച്ചെത്തൂ. വയോള ലാബ്സിൽ ഞാൻ എൻ്റെ അലാസ്കയിലെ കണക്ഷനും ഷെഹയുടെ ചില കമ്പ്യൂട്ടർ ബുദ്ധിയും കൊണ്ട് ജോലിക്ക് കയറി. പിന്നെ എവിടെയെങ്കിലും കറങ്ങി നടന്ന് 7:30ക്ക് റൂമിലെത്തും. ചില ദിവസങ്ങളിൽ രാത്രി ഇവരുടെ കൂട്ടുകാരും കൂടെ ചില പയ്യന്മാരും വരുമായിരുന്നു. രാത്രി 3 മണി വരെ ഇവർ ഉണർന്നിരിക്കും. ഐ കാൺ മാച്ച് ദെയർ എനർജി. ദേ ആർ യങ് ആൻഡ് വിവേഷ്യസ്. ഐ എം ഔട്ട് മോഡഡ് ആൻഡ് ബ്രോക്കൺ. വയോള ലാബ്സിലെ ജോലിയിൽ നിന്നും ഞാൻ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. അവരുണ്ടാക്കിയ പ്രോഗ്രസ്, ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ഡോക്ടർ വിക്രം ഭണ്ഡാരിയാണ് അവരുടെ ഹെഡ്. ഐ തിങ്ക് ഹീസ് ട്രാപ്ഡ്. അദ്ദേഹത്തെ പോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾ എന്തിനിവിടെ? ഇനി എന്നെ ഞെട്ടിച്ച ആ ഇൻവെൻഷൻ പറയാം. സയൻസ് ലോകം ഇംപോസിബിൾ എന്ന് കരുതിയിരുന്ന ഡാർക്ക് മാറ്റർ ഭണ്ഡാരി കണ്ടുപിടിച്ചിരിക്കുന്നു. FODN അവരുടെ ബഹിരാകാശ പദ്ധതികൾ വഴി ഒരു അപൂർവമായ ഊർജ്ജ വികിരണം കണ്ടെത്തി. അവർ പിന്നീട് അത് ആൻറ്റി മാറ്റർ ആണെന്ന് മനസ്സിലാക്കി. പിന്നീട് വിക്രം ഭണ്ഡാരിയുടെ സഹായത്താൽ ആൻറ്റി മാറ്റർ ഉപയോഗിക്കുന്നതിന് അവരൊരു ഓർബ് ഉണ്ടാക്കി. ഈ ഓർബ് ഒരു പ്രത്യേക ക്വാണ്ടം കണ്ടെയ്ൻമെന്റ് ഫീൽഡിൽ വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവർ ആദ്യ വിജ്ഞാന പരിശോധനയിൽ ഒരു മനുഷ്യനെ നേരിട്ട് ആൻറ്റി മാറ്റർ ഊർജ്ജത്തിന് ഇരയാക്കുന്നു. ഇതുവഴി അവർ മനുഷ്യ സെല്ലുകളെ നശിപ്പിച്ച് പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഇതിനാണ് പല ആളുകളെയും അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ പരീക്ഷണം വിജയിച്ചാൽ അപകടകാരികളായ അതിമാനുഷ്യർ ജനിക്കും. ഇത് അനുവദിച്ചുകൂടാ. അന്ന് രാത്രി ലാബിലെ പരീക്ഷണം നിർത്താൻ ഞാൻ തീരുമാനിച്ചു. ഇനിയും എത്ര പേർ മരിക്കണം? അഥവാ ഇത് സക്സസ് ആയാൽ ലോകം അവരുടെ കൈകളിൽ. ഞാൻ എൻ്റെ സൊളോണിയം സൂട്ടിൽ രാത്രി അവിടെ കയറി. സമയം 2:37. സെക്യൂരിറ്റി ഫോഴ്സ് സ്ട്രോങ് ആയിരുന്നു. ഞാൻ എതിർത്ത് നിൽക്കാൻ നന്നായി പാടുപെട്ടു. വിക്രം ഭണ്ഡാരി കണ്ടെയ്ൻമെന്റ് കോറിൽ പരീക്ഷണം നടത്തുകയായിരുന്നു. ഞാൻ അതിനകത്തെത്തി. ഒടുവിൽ അവർ ടേസർ ഗൺസ് എൻ്റെ സൊളോണിയം ഡ്രസ്സിന് നേരെ ഉപയോഗിച്ചു. ഭണ്ഡാരി അലറി, നിർത്താൻ പറഞ്ഞു. അവരുടെ ഓർബ് ഡീസ്റ്റെബിലൈസ് ആകാൻ തുടങ്ങി. അബദ്ധം മനസ്സിലായി. ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ നിർത്തി. എന്നാൽ സെക്യൂരിറ്റി ഇതൊന്നും മനസ്സിലാക്കാതെ എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഡീസ്റ്റെബിലൈസ് ആയ ഓർബ് കൺട്രോൾ ചെയ്യാൻ സയൻറ്റിസ്റ്റുകൾ ഓടിക്കൂടി. അത് പെട്ടെന്ന് ബ്ലാസ്റ്റായി. കുറേ സെക്യൂരിറ്റീസും ഞാനും തെറിച്ചു വീണു. എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്ന ബോഡി പൊട്ടിപ്പൊടിയായി. പിന്നീട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ എൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് പുറത്തു കടന്നു. എൻ്റെ പ്ലാനിംഗ് തെറ്റിപ്പോയി. അവരെല്ലാവരും മരിച്ചോ? പിന്നീടില്ലെന്ന് മനസ്സിലാക്കി. അവസാനം ഞാൻ അറിഞ്ഞത് ആൻറ്റി മാറ്റർ എല്ലാം ഭണ്ഡാരിയുടെ ദേഹത്ത് അബ്സോർബ് ആയിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കിയത് അന്നല്ല. ഞാൻ തിരികെ അപ്പാർട്ട്മെന്റ് ബാൽക്കണി വഴി റൂമിലെത്തി. അവർ ഉറങ്ങിയിരിക്കുന്നു. രാവിലെ 8 മണിക്ക് ആസ വന്ന് എൻ്റെ ഡോറിൽ ആഞ്ഞുമുട്ടി. ഞാൻ വാതിൽ തുറന്നു. ആസ ഒരു ഫോൺ എൻ്റെ നേർക്ക് നീട്ടി. ഷിറ്റ്, ഇവർ CCTV റിപ്പയർ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ സൂട്ടിൽ ബാൽക്കണി കയറിയത് അവൾ CCTV വഴി കണ്ടിരിക്കുന്നു. അവൾ എന്നോട്, ഗേൾ, ഇറ്റ്സ് യു, ഓസം.